الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد صدق الله مولانا العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ നമ്മൾ ഈ മെമ്പറിൽ നിന്ന് സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ അധ്യായത്തിൽ ഗസക്ക് വേണ്ടി മറ്റൊരു നാട്ടിൽ, കൃത്യമായി പറഞ്ഞാൽ ഖത്തറിൽ, ഗസക്കാരനല്ലാത്ത ഒരാൾ, അതല്ലെങ്കിൽ ഫലസ്തീനി അല്ലാത്ത ഒരാൾ അവർക്ക് വേണ്ടി ഷഹാദത്ത് വരിച്ചൊരു ആഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്നുള്ള ഒരു പ്രയോഗത്തിന് പുതിയ കാലത്ത് എങ്ങനെയാണ് അർഹത നേടുന്നത്? രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നിശ്ചിത ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ബൗണ്ടറികളെ സംബന്ധിച്ചും അതിർ രേഖകളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണകളുടെയാണ് പുതിയ കാലത്ത്, പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ ദേശരാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യ അടക്കമുള്ള 100-200ഓളം രാജ്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ രാജ്യങ്ങൾക്കൊന്നും സ്വയം നിലക്ക്
ഒരു പ്രസക്തിയുമില്ല, ഞങ്ങൾ പറയും പോലെ അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ നടന്നിട്ടുള്ള പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ ഉദ്ദേശിച്ചാണ് എന്ന് ഇസ്രായേൽ പറയുന്ന ദോഹയിൽ നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വരവ് വെക്കുക, മനസ്സിലാക്കുക, ഇതെങ്ങോട്ടാണ് പോവുക, എന്താണ് ആയിത്തീരുക എന്നൊക്കെ സംബന്ധിച്ച് പലരും ഒറ്റപ്പെട്ട സംസാരങ്ങളിലും വ്യക്തി സംഭാഷണങ്ങളിലുമൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാറ്. പക്ഷെ നമ്മൾ എവിടെയാണ് ഇതിനെ ചേർത്ത് വെക്കേണ്ടത്? ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നമ്മളിലേക്ക് വരേണ്ടുന്ന ഓർമ്മകൾ, സ്മരണകൾ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വെച്ചുകൊണ്ട് തന്നെ ഓർക്കാൻ പറ്റിയ ഒരു സമയമാണ്, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൻ്റേത്. നമ്മൾ അബ്രഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അബ്രഹത്തിൻ്റെ വലിയ ആനപ്പടയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം സംഭവിക്കുന്നത് ആനക്കലഹ വർഷത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ആമുൽ ഫീൽ എന്ന് അറബി ഭാഷയിൽ പറയുന്ന, അറബികൾക്കൊക്കെ പരിചിതമായിരുന്ന ഒരു സംഭവമായിരുന്നു. അബ്രഹത്തിൻ്റെ വരവിനെ മക്കക്കാർ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. മക്കക്കാരുടെ അനിഷേധ്യനായ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിനെ പോലെ ഒരു നേതാവ് മക്കക്കാർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ചിലപ്പോൾ ഖുസൈബിന് കിലാബായിരിക്കും. അതായത് പിന്നെയും എത്രയോ കടന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറയുന്നത്, അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് സംസാരിക്കുന്നത്, ഇത് രണ്ടു ചരിത്രത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളെ അബ്രഹത്തിൻ്റെ സേന ആദ്യം കൊള്ളയടിക്കുക. വഴിയിൽ വെച്ച് കുറേ ഗോത്രങ്ങൾ യമനിൽ നിന്ന് വരുമ്പോൾ സൻആ, അത്തീഫ്, അതുപോലെ തന്നെ ഈ നജ്ദ്, ത്വായിഫ്, ഈ വഴിയാണ് അബ്രഹത്ത് വരുന്നത്. ഇവിടെയുള്ള എല്ലാ ഗോത്രങ്ങളുമായി അബ്രഹത്ത് സഖ്യമുണ്ടാക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഈ ശക്തന്മാരായ ആളുകളെ കണ്ടുകൊണ്ട് പിന്നെ അവരെക്കുറിച്ച് അപദാനങ്ങൾ പറയാൻ തുടങ്ങും. മുമ്പിലൊരു ശക്തി ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കൂടെ ഇരിക്കും, സത്യവും നീതിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഖുറൈശികളുമായി സഖ്യമുണ്ടായിരിക്കെ, സന്ധി ഉണ്ടായിരിക്കെ തന്നെ അബ്രഹത്ത് ദേ വരുന്നു. മക്കക്കാർക്ക് ഒട്ടും പരിചയമില്ലാത്ത യുദ്ധമുറയാണ്. ഈ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും മാത്രം യുദ്ധത്തെക്കുറിച്ച് അബ്രഹത്തിനും അതല്ലെങ്കിൽ മക്കക്കാർക്ക് അറിയുള്ളൂ. പക്ഷേ ഈ കൂട്ടത്തിൽ ആനപ്പടയുണ്ട്, 100 കണക്കിന് ആനകളുണ്ട് എന്നാണ്. പ്രത്യേകമായ ആനപ്പടയ്ക്ക് പേരുണ്ട്. അതിനെ മുന്നിൽ നയിച്ചിരുന്ന ആനയുടെ പേര് മഹ്മൂദ് എന്നായിരുന്നു, ആനയുടെ പേര് കേട്ടോ. ഈ മഹ്മൂദും മുഹമ്മദൊക്കെ തമ്മിൽ അങ്ങനെയൊക്കെ ഒരു ബന്ധം വെച്ചുകൊണ്ട് ചരിത്രത്തിൽ പറയാറുണ്ട്. ആ വർഷം മഹ്മൂദ് എന്നുള്ള ആനയെ വെച്ചുകൊണ്ടാണ് വന്നത്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, സംഭാഷണത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് മക്കക്കാരോടൊക്കെ, നിങ്ങൾ അബൂ ഖുബൈസിൻ്റെ മേലെ കയറിക്കോ. അബൂ ഖുബൈസ് എന്ന് പറഞ്ഞാൽ മക്കയിലെ പേര് കേട്ട തലയെടുപ്പുള്ള നമ്മളാ കാണുന്ന ആ വലിയ മലനിരകളെക്കുറിച്ച് പറയുന്ന പേരാണ്. അങ്ങനെ പർവ്വത നിരകളിലേക്ക് മക്കക്കാർ മുഴുവൻ കയറുന്നു. അബ്ദുൽ മുത്തലിബ് ആവശ്യപ്പെട്ടത് എൻ്റെ 200 ഒട്ടകങ്ങളെ തിരിച്ചു തരണം. അബ്രഹത്ത് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്ത് നേതാവാണ്? ഞാൻ വിചാരിച്ചത് നീ മക്കക്കാരുടെ രക്ഷയെക്കുറിച്ചും അവരുടെ പ്രതിരോധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വരുമെന്നാണ്. പക്ഷെ നീ ചോദിച്ചത് നിൻ്റെ ഒട്ടകങ്ങളെക്കുറിച്ചാണ്. നിന്നെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് പോയി. നീ നിൻ്റെ വ്യക്തിപരമായ കാര്യമാണല്ലോ ഇപ്പം എന്നോട് ചോദിച്ചത്. അബ്ദുൽ മുത്തലിബ് അതിന് ശാന്തഗംഭീരനായി മറുപടി പറഞ്ഞത്, എനിക്കിപ്പോൾ ചോദിക്കാൻ അതേ പറ്റൂ, കാരണം 200 ഒട്ടകങ്ങൾ എൻ്റെയാണ്. കഅബയാകട്ടെ അതിനൊരു റബ്ബുണ്ട്. ഒട്ടകങ്ങളുടെ മുതലാളി ഞാനാണ്, കഅബയുടെ മുതലാളി ഞാനല്ല. അതുകൊണ്ട്
കഅബയുടെ റബ്ബ് നോക്കിക്കോളും. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റും. ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരുപാട് ഘട്ടങ്ങൾ മക്കയും ഇസ്ലാമിക ലോകവും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്ര കുതുകികളായ വായനക്കാരാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മക്ക നശിപ്പിക്കാൻ വന്ന, അതല്ലെങ്കിൽ മക്കക്കാരെക്കുറിച്ച് പൊതുവിൽ തന്നെ അവർ വണിക്കുകളായിരുന്നു, കച്ചവടക്കാരായിരുന്നു, വർത്തക പ്രമാണിമാരായിരുന്നു, വ്യത്യസ്തമായ ഗോത്രങ്ങളിലൂടെ അവർക്ക് സഞ്ചരിച്ച് ഖുറൈശികൾക്ക് പ്രത്യേകിച്ചും വ്യാപാര കരാറുണ്ടായിരുന്നു. ആ വ്യാപാര കരാറിൻ്റെ പേരാണ് അറബിയിൽ ഈലാഫ് എന്ന് പറയാം. ഈലാഫി ഖുറൈശ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഖുറൈശികളുടെ ഈലാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പാട് ഉപ്പ, അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം ഇബ്നു അബ്ദു മനാഫാണ് ഈ ഈലാഫ്, ഈ വ്യാപാര കരാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ സംരക്ഷണവും ഉണ്ടായിട്ടും ഒരു രക്ഷയില്ല. ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് അവിടെ അമേരിക്കൻ മിലിറ്ററി ബേസ് ഉള്ള രാജ്യമാണ് ഉദൈദിൽ. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഒരർത്ഥത്തിലുമുള്ള ആക്രമണം, മധ്യസ്ഥ ശ്രമങ്ങൾക്ക്, ഇപ്പോൾ അമേരിക്കയും താലിബാനും തമ്മിലുള്ള ചർച്ച ദോഹയിൽ വെച്ചാണ് നടക്കുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചർച്ച കാലങ്ങളായി, കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായി, 2007 മുതലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 18 കൊല്ലത്തോളമായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഖത്തർ. ഇവിടെ ആ രാജ്യത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഇത് ഞങ്ങൾക്കൊരു ഫബിമാ നഖ്ലിഹിം മീസാഖഹും, അവരുടെ കരാറുകൾ പാലിക്കാത്ത സ്വഭാവമുണ്ടല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം ലോകത്ത് ഒരു നിയമം പാലിക്കാനില്ലാത്ത വിധം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ നമുക്ക് ഓർക്കാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും കഅബയുടെ റബ്ബിനെ കുറിച്ച് തന്നെയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പടയോട് എന്താണ് പടച്ചറബ്ബ് കാണിച്ചതെന്ന് നീ കണ്ടില്ലേ? റസൂൽ അന്നില്ല കേട്ടോ. ഈ സംഭവം കഴിഞ്ഞിട്ട് 51 ദിവസം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്നാണ്. ഈ അബ്രഹത്തിന് നേരെ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. കുഞ്ഞു കിളികൾ, കാഴ്ചക്ക് പോലും സാധ്യമല്ലാത്ത കുഞ്ഞു കിളികളെ മക്കക്കാർ കണ്ടു എന്നാണ്. അവ കൊണ്ടുവന്നിട്ട കല്ലുകൾക്ക് സമാനമായ പദാർത്ഥം അത് ശരീരത്തിൽ വീണ് ശരീരഭാഗങ്ങൾ ഉതിർന്ന് വീഴാൻ തുടങ്ങിയത്. കുറേ പേര് അവിടെ തന്നെ വെച്ച് മരിച്ചു. ഹിമ്യറിലെത്തുമ്പോഴാണ്, ഹിമ്യർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യമനിൻ്റെ ഭാഗം, ഇവിടേക്ക് എത്തുമ്പോഴാണ് അബ്രഹത്ത് പൂർണ്ണമായി മരിക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അതായത് ശരീരഭാഗങ്ങളും ഓരോ ഭാഗവും ഉതിർന്നുതിർന്ന് വീണിട്ട്. ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഗസക്ക് സംഭവിക്കുന്നതും ലോകത്ത് മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നതും മസ്ജിദുൽ അഖ്സക്ക് നേരെ സംഭവിക്കുന്നതും ചരിത്രത്തിൽ കഅബക്ക് നേരെ സംഭവിച്ചതും ഇതൊക്കെ തമ്മിൽ ഒരു ബന്ധമില്ലാതെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളല്ല. ഇതൊക്കെ ചേർത്ത് വായിക്കണമല്ലോ, ബാധ്യതയുണ്ട് നമുക്ക്. ജുർഹും ഗോത്രം ചരിത്രത്തിൽ ഈ ആവർത്തനം വളരെ രസകരമായൊരു കാര്യമാണ്. ജുർഹും ഗോത്രം ഒരുപക്ഷേ ഹാജറ ബീവിക്കും ഇസ്മായിൽ അലൈഹിസ്സലാമിനു ശേഷം പിന്നീട് മക്കയുടെ ഭാഗത്ത് വന്ന് ആദ്യമായി പാർത്ത ഗോത്രം ജുർഹും ഗോത്രമാണ്. ജുർഹും ഗോത്രത്തിൽ നിന്നായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ജുർഹും ഗോത്രം തന്നെയായിരുന്നു മക്കയുടെ, അതല്ലെങ്കിൽ കഅബയുടെ ഊരാളന്മാരായിട്ടുണ്ടായിരുന്നത് ജുർഹുമായിരുന്നു. പക്ഷെ ജുർഹുമിലേക്ക് പിന്നീട് വലിയ വ്യതിയാനങ്ങൾ വന്നു. വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ സംഭവിക്കാറുള്ള എല്ലാവിധ പ്രശ്നവും വന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ഒരു ഖുത്ബയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അംർ ഇബ്നു ലുഹയ്യിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഖുസാഅ ഗോത്രം 500 വർഷം ഭരിക്കുന്നുണ്ട്. 500 വർഷം കഅബ ഭരിക്കുന്നുണ്ട്. കഅബയല്ല, മക്ക ഭരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് പിന്നീട് തിരിച്ചെടുക്കാൻ വേണ്ടി വരുന്നത് വിദൂരതയിൽ നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതാമഹനാണ്. ഖുസൈ ഇബ്നു കിലാബ് എന്ന് പറയും. ഖുസൈ ഇബ്നു കിലാബിനെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. അദ്ദേഹം ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറയുടെ മകനാണ്. ജനിച്ചപ്പോൾ
ഒരു 7 വയസ്സാകുമ്പോൾ അതല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരിച്ചു. കിലാബ് ഇബ്നു മുർറ മരിച്ചു. ചരിത്രത്തിൽ നല്ല ആവർത്തനമാണ് ഇതൊക്കെ. കിലാബ് ഇബ്നു മുർറ മരിച്ചതിന് ശേഷം രണ്ടാമത് സ്വന്തം ഉമ്മയെ വിവാഹം കഴിച്ച അമ്രിനോടൊപ്പമായിരുന്നു സിറിയയിൽ പോയിട്ടായിരുന്നു താമസം. പിന്നീട് അവിടെ വെച്ച് താൻ അമ്രിൻ്റെ മകനല്ല എന്ന് ബാക്കിയുള്ളവർ കളിയാക്കുകയും അതുപോലെ തന്നെ താൻ മറ്റുള്ളവർക്കൊത്ത തറവാടുകാരനല്ല എന്ന് ബാക്കിയുള്ളവർ കളിയാക്കിയപ്പോൾ ഉമ്മ സമാധാനിപ്പിച്ചു, നീ ഇതിലും മികച്ച ഗോത്രക്കാരനാണ്, നീ ഇപ്പോൾ സിറിയയിലാണോ ഉള്ളതെന്നേ ഉള്ളൂ, നീ ശരിക്കും മക്കക്കാരനാണ്, അവിടുത്തെ ഗോത്രക്കാരനാണ്, ഖുറൈശി ഗോത്രക്കാരനാണ്, കഅബയുടെ മേലാളനും ഊരാളനുമാണ്. അങ്ങനെ ഖുസയ്യ് 10 വയസ്സെത്തുമ്പോഴേക്കും തിരിച്ചു വരുന്നു എന്നാണ്. 10 വയസ്സെത്തുമ്പോഴേക്കും തിരിച്ചു വരുന്ന ഖുസയ്യിന്, അതുകൊണ്ട് ഖുസയ്യ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അകലെ നിന്ന് വരുന്നവൻ. വജാ അമിൻ അഖ്സൽ മദീനത്തി എന്നുള്ള അറബി വാക്കൊക്കെ ഉണ്ടല്ലോ. ഖുസയ്യ് എന്ന് പറഞ്ഞാൽ അകലത്ത് നിന്ന് വരുന്നവൻ. യഥാർത്ഥ പേര് സെയ്ദ് എന്നാണ്. അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ ശ്രമങ്ങൾ, പിന്നീട് ആദ്യം ഖുസാ ഗോത്രത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരു വിവാഹം ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഭരണാധികാരിയുടെ മരണത്തിന് ശേഷം പടപ്പുറപ്പാട് ഖുസാ ഗോത്രം മൊത്തത്തിൽ ഇദ്ദേഹത്തിനെതിരാവുകയും അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന അധികാരത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെയുള്ള തറവാട്ടുകാരോടും കുടുംബക്കാരോടൊപ്പം ചേർന്ന് 500 വർഷമുള്ള ഖുസാ ഗോത്രത്തിൻ്റെ ഭരണം പിന്നീട് ഖുറൈശികളിലേക്ക് വരുന്നത് ഖുസയ്യ് ഇബ്നു കിലാബിൻ്റെ കാലത്തിന് ശേഷമാണ്. ഇത് നമ്മൾ എന്തിനോർക്കണമെന്ന് ചോദിച്ചാൽ, ചരിത്രം നമ്മളിങ്ങനെ നിരപേക്ഷമായി വായിച്ചു പോകേണ്ട ഒരു സാധനമല്ല. ഖുസയ്യ് ഇബ്നു കിലാബിന് ശേഷം അബ്ദുമനാഫ്. ഖുസയ്യ് ഇബ്നു കിലാബിന് മൂത്ത മകൻ അബ്ദുദ്ദാർ ആയിരുന്നു. ഇതൊക്കെ സംഭവമാകുമ്പോൾ തന്നെ അബ്ദുദ്ദാറിനോടായിരുന്നു സ്നേഹം. പക്ഷെ അബ്ദുമനാഫായിരുന്നു എന്തുകൊണ്ട് യോഗ്യൻ. അബ്ദുമനാഫിന് പിന്നീട് ഭരണമൊന്നും കിട്ടിയില്ല. പക്ഷെ പിന്നീട് ചരിത്രത്തിൽ അബ്ദുമനാഫിനെയാണ് നേതാവായിട്ട് വരുന്നത്. അബ്ദുദ്ദാറിന് കഅബയുടെ ഹിജാബ എന്ന് പറഞ്ഞാൽ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പ് 6 പരിപാടിയാണ് മക്കയിലുള്ളത്. ഒന്ന് ഹിജാബ, കഅബയുടെ താക്കോൽ സൂക്ഷിക്കേണ്ടതാര്, ആരാണ് കഅബ തുറന്നു കൊടുക്കേണ്ടത്. റിഫാദ, മക്കയിൽ വരുന്നവർക്ക് ഭക്ഷണം ഒരുക്കേണ്ടത്. സിഖായ, വെള്ളം ഒരുക്കേണ്ടതാര്. അതുപോലെ തന്നെ ലിവ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളുണ്ട്. ലിവ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് കൊടി. നദുവ, ദാറുൻ നദുവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മക്കക്കാർ യോഗം കൂടുന്ന സ്ഥലമാണ്. ഇതിനൊക്കെ അധ്യക്ഷം വഹിക്കേണ്ടുന്ന സ്ഥലം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് അബ്ദുമനാഫിൻ്റെയും ഹാഷിം ഇബ്നു അബ്ദുമനാഫിൻ്റെ മകനായിട്ട് നമ്മൾ ചരിത്രത്തിൽ നമുക്കറിയാം, ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയാറുണ്ട്. ശരിക്കും അബ്ദുൽ മുത്തലിബ് പോലും അദ്ദേഹത്തിൻ്റെ നേരിട്ട് പേരല്ല. അബ്ദുൽ മുത്തലിബിൻ്റെ പേര് ഷൈബ എന്നാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ ഹാഷിം മദീനയിൽ നിന്ന്, യസ്രിബിൽ നിന്ന്, ചരിത്രം നമ്മൾ നോക്കണം കേട്ടോ, യസ്രിബിൽ നിന്ന് വിവാഹം കഴിക്കുന്നു സൽമയെ. പക്ഷെ സൽമയെ അവിടെ തന്നെയാണ് താമസിപ്പിക്കുന്നത്, മക്കയിലേക്ക് വന്നിട്ടില്ല സൽമ. അവിടെ പിറക്കുന്ന കുട്ടിയാണ് ഷൈബ. നമ്മൾ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയുമ്പോൾ മക്കയിലെ പ്രമാണിയെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഹാഷിമിൻ്റെ സഹോദരനായിരുന്ന മുത്തലിബ് അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം അന്വേഷിച്ച് വന്ന് ഇദ്ദേഹത്തെ ഷൈബയെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ വിചാരിച്ചത് മുത്തലിബ് ഒരു അടിമയെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരികയെന്ന്. അങ്ങനെ പേരിട്ടതാണ് അബ്ദുൽ മുത്തലിബ്, മുത്തലിബിൻ്റെ അടിമ. അങ്ങനെ ഷൈബയുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിൽ പ്രസിദ്ധമായി. എന്തിനാണ് അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ അബ്ദുൽ മുത്തലിബിനുണ്ടാകുന്ന സ്വപ്ന ദർശനമാണ് ചരിത്രത്തിൽ പിന്നീട് സംസം വീണ്ടും കുഴിക്കുന്നത്, സംസം കുഴിച്ചെടുക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 500-600 കൊല്ലം മുമ്പ് ജുർഹും ഗോത്രം ആക്രമിക്കപ്പെട്ട സമയത്ത് കഅബയിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന എല്ലാം വാരിക്കൊണ്ട് ജുർഹും ഗോത്രത്തിൻ്റെ നേതാക്കൾ ഓടി രക്ഷപ്പെടുകയും ഖുസാ ഗോത്രക്കാർക്ക് സംസം കിട്ടരുത് എന്നുള്ള ആഗ്രഹത്തിൽ സംസത്തിൻ്റെ കിണർ മൂടുകയും ചെയ്തു. അങ്ങനെയാണ് വെള്ളം കൊണ്ടുവരിക, ഹജ്ജിൻ്റെ സമയത്ത് വെള്ളം ഒപ്പിക്കുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസയുമായി, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഹാരിസ, അദ്ദേഹവുമായി ചേർന്ന് ഈ കഅബയുടെ അദ്ദേഹത്തിനുണ്ടാകുന്ന സ്വപ്ന ദർശനത്തെ തുടർന്ന് ഒരു ഭാഗത്ത് കൃത്യമായി സംസം കുഴിച്ചെടുക്കുന്നത്. ഇതെന്തിനാണ് ഈ ചരിത്രം ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ
അബ്ദുൽ മുത്തലിബ് വേറൊരു നാട്ടിൽ നിന്നാണ് വരുന്നത്, ഖുസൈബിന് കിലാബ് വേറൊരു നാട്ടിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം മക്കയിൽ നിന്ന് യസ്രിബിൽ പോയി. നമ്മൾ പറയും ഒരു ബന്ധമില്ലാത്ത യസ്രിബ് എന്ന്, അങ്ങനെയല്ല. ഇപ്പോൾ ഗസയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കണം, ഹാഷിം മരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയുടെ ഉപ്പ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് മരിച്ച് മറമാടപ്പെടുന്നത് ഗസയിലാണ്. ഗസയിൽ നിന്ന് മടക്കി വരുന്ന വഴി മദീനയിൽ വെച്ച്, മദീനയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് വെച്ചാണ് അബ്ദുള്ള മരണപ്പെടുന്നത്. അപ്പോൾ ഈ ചരിത്രം നമ്മൾ 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറം മാത്രമാണ് കേട്ടോ, നമ്മൾ BC-യിലെ ചരിത്രം എന്നല്ല ഈ പറയുന്നത്. ഈ ചരിത്രം അതിൻ്റെ പുനരാവിഷ്കാരമായി മറ്റൊരർത്ഥത്തിൽ ആവർത്തിക്കപ്പെടും എന്നുള്ളത് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് മനസ്സിലാക്കണം. പക്ഷെ അതിനുള്ള അർഹത നിലവിലുള്ള മുസ്ലിം ലോകത്തിന് ആ കാഴ്ചയായി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതല്ലാത്തൊരു സംശയം അതിലുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് ഓതുമ്പോൾ എന്താണ് ആനപ്പടയെ പടച്ചവൻ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇക്കൂട്ടർക്കൊക്കെ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അർത്ഥം വായിക്കാൻ കൂടി നമുക്ക് സാധിക്കണം. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ ഗൂഢാലോചനകൾ മുഴുവൻ അല്ലാഹു, കുതന്ത്രങ്ങൾ മുഴുവൻ അല്ലാഹു വഴികേടിലാക്കി കളഞ്ഞില്ലയോ എന്ന് പറയുമ്പോൾ വഴികേടിലാക്കി കളയാനുള്ളതാണ് എന്നുറപ്പിക്കാൻ നമുക്ക് പറയണം. ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇതെന്തോ നടന്നൊരു സംഭവം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഈ ചരിത്ര സംഭവം നേരിട്ട് കണ്ടിട്ടില്ല റസൂൽ. പക്ഷെ മക്കക്കാരിൽ വിസ്തൃതമായൊരു സംഭവമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, റസൂലിൻ്റെ സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളോട് അള്ളാഹ് സംസാരിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറയണം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ബനൂ ഖുറൈളയെയും ബനൂ നളീറിനെയും ബനൂ ഖൈനുഖായിനെയും ഒക്കെ അള്ളാഹിൻ്റെ റസൂലിന് അവരോട് ചങ്ങാത്തത്തിലായിരുന്നു, സഖ്യത്തിലായിരുന്നു, നല്ല നിലക്കായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം മദീനയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രപരമായി തന്നെ ഒരർത്ഥത്തിലുമുള്ള സത്യസന്ധമായ ഒരു ഇടപാടിനും കൊള്ളാത്തവരായിരുന്നു അവരെന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ എടുത്ത് നമ്മൾ ഓതുമ്പോൾ അതിലെല്ലായിടത്തും യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഗസയുടെ ഒരു സംഭവമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല, അങ്ങനെയല്ല മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇവരെക്കുറിച്ച് ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ടാവുക, എത്രത്തോളം ഇവർ വിനാശകാരികളും അതല്ലെങ്കിൽ അവരിലേക്ക് വന്ന പ്രവാചകന്മാരോട് പോലും പുറംതിരിഞ്ഞു നിന്നവരായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനും നമ്മൾ അപ്രകാരമായി തീരാതിരിക്കാനുമാണ്. ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 57ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം. ചില രാജ്യങ്ങളൊക്കെ ചില പ്രസ്താവനകൾ കൊണ്ട് പിടിച്ചു നിന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു അസാമാന്യമായ ഒരു തൻ്റെ ഇടമോ ഗൗരവമോ ഒക്കെ ഇതിൽ ഒരു 10-20 രാജ്യങ്ങളെങ്കിലും വ്യാപാര കരാറുകളുമായി ബന്ധപ്പെടുത്തിയിട്ടെങ്കിലും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ നിന്ദ്യമായൊരവസ്ഥ നമ്മൾ വിചാരിക്കുക ഗസയുടെ പ്രശ്നം, ഇത് ഗസയുടെ പ്രശ്നമല്ല, ഇത് ഇസ്സത്തിൻ്റെ പ്രശ്നമാണ്. ഗസയുടെ പ്രശ്നമല്ല. ഗസ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ശുഹദാക്കൾ ചിറകടിച്ച് അള്ളാഹുവിലേക്ക് പാറിക്കൊണ്ടിരിക്കുന്ന വിശാലമായ ഭൂമിയിലെ സ്വർഗമാണ്. ഗസക്കാർ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കരക്കിരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും ചിലപ്പോൾ നമ്മളെ കയറി. ലിയത്തഖിദ മിൻകും ശുഹദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അം ഹസിബല്ലദീന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തുത്രക്കൂ, നിങ്ങൾ വെറുതെ വിടുമെന്ന്, വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ ജിഹാദിൻ്റെ സന്നദ്ധതയുമായി സ്ഥൈര്യവുമായി അർപ്പണബോധവുമായി നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് അല്ലാഹ്ക്കറിയണം. ഇത് അല്ലാഹ്ക്കറിയണം. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇന്ന് അതല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം നെതന്യാഹു നടത്തിയ പ്രസ്താവനയുണ്ട്, എല്ലാവരെയും ഞങ്ങളുടെ ആയിക്കഴിഞ്ഞു,
ഇനി ഇസ്രായേലേ ഉള്ളൂ, പലസ്തീൻ ഇല്ല. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി. 2 കൊല്ലം നമ്മുടെ എന്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ആലപ്പുഴ താലൂക്കാണ്, ജില്ലയല്ല, ആലപ്പുഴ താലൂക്ക്. ആ താലൂക്കിനേക്കാളും വിസ്തൃതി കുറഞ്ഞ പ്രദേശമുള്ളൊരു പ്രദേശമാണ് ഈ ഗസ എന്ന് പറയുന്നത്. 2 കൊല്ലത്തോളം തുടർച്ചയായി 710 ദിവസത്തോളമായി. ഈ 710 ദിവസമായിട്ട് അവിടേക്ക് ബോംബ് ഷെല്ലിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു കൂട്ടർ അവിടെ തന്നെ അടിയുറച്ച് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് പുതിയ കാലത്ത് അള്ളാഹിനോട് പറയാൻ വകുപ്പില്ല പ്രിയപ്പെട്ടവരെ. ബദറും ഉഹദും ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അള്ളാഹ് പറയാണ് നമ്മളോട്, ബദറും ഉഹദും അഹ്സാബും ഹുനൈനും തബൂക്കും ഒക്കെ ആവർത്തിക്കപ്പെടുന്നതാണ്. നമ്മുടെ ചരിത്രത്തിലെല്ലാം ആവർത്തിക്കപ്പെടുന്നതാണ്. വ്യത്യസ്തമായ സുഖസൗകര്യങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായ എപ്രകാരമാണോ ഖുറൈശികൾക്ക് അന്ന് വ്യാപാര കരാറുകൾ മുഖേന, കഅബയുടെ സാന്നിധ്യം മുഖേന ഒരു മേൽക്കൈ, അപ്പർ ഹാൻഡ് അങ്ങനെ കിട്ടിയത് എന്ന് നമ്മൾ പറയുന്നത്, അതിൻ്റെ വേറൊരു സാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിവാതകവും അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലൊക്കെ കൊടുത്തുകൊണ്ട് ആ സമൂഹത്തെ വീണ്ടും, അല്ലേ, ഇവരുടെ അധ്വാനം കൊണ്ടൊന്നുമല്ല, ഒരു അധ്വാനവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്ത സംഗതിയാണ് ഈ പെട്രോളും ഡീസലും, നമ്മളീ പറഞ്ഞ ഈ ക്രൂഡ് ഓയിൽ പ്രൊഡക്റ്റുകളും ഈ പ്രകൃതിവാതകം എന്നൊക്കെ പറഞ്ഞ അള്ളാഹ് കൊടുത്ത് പരീക്ഷിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ നിലപാടെന്നറിയാം. അവിടെ അടിയുറച്ച് വിജയിച്ച ഒരു കൂട്ടരെ ഇപ്പം നമ്മുടെ കണ്ണിലുള്ളൂ, അതാണ് ഗസക്കാർ. ഇതിനെ നോക്കിക്കാണേണ്ടത് അഭിമാനത്തോടു കൂടിയാണ്. ശത്രുവിൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചു നിങ്ങളെങ്കിൽ, ആകെ കൂടി പ്രഖ്യാപിച്ചുള്ളത് ഇപ്പോൾ ഗസേനെ മാത്രമാണ്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചില്ല. ഞങ്ങൾ അവരെ തന്നെ നേരിടുന്നത് ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതിലും വലിയൊരു ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇറാനെ പോയി അടിച്ചപ്പോൾ പറഞ്ഞു അത് ഇറാൻ്റെ കാര്യമല്ലേന്ന്. ഏത് അറബ് രാജ്യത്തെയാണ് അവർക്ക് നേരെ തങ്ങൾക്ക് തോന്നുമ്പോൾ അടിക്കാതിരിക്കാനും അവരെ നിരം പരിശാക്കാതിരിക്കാനും എന്ത് ഉറപ്പാണ് ഈ അറബ് രാജ്യങ്ങൾക്കുള്ളത്? ഏത് മുസ്ലിം രാഷ്ട്രത്തിനാണുള്ളത് എന്ന് ചോദിച്ചാൽ അതില്ല. എല്ലാവരും ഒട്ടകപ്പക്ഷിയെ പോലെ ഇങ്ങനെ തല ഇങ്ങനെ മണ്ണിൽ അഴ്ത്തിയിട്ട് ഇത് ലോകത്ത് ഇതൊന്നും നടക്കുന്നില്ല എന്നങ്ങോട്ട് കരുതുകയാണ്. ഇനിയും കാണിച്ചു തരാമെന്നേ പറയാൻ പറ്റുള്ളൂ. കാണിച്ചതിനെക്കുറിച്ച് പറയാൻ ഒരു വകുപ്പുമില്ല. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിലിൽ അപലപന പ്രമേയം നടന്നിട്ടുണ്ട്. ഖത്തറിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നു. എല്ലാം വീറ്റോ ചെയ്ത് കളയാൻ നല്ല കാര്യം. പക്ഷേ ഇസ്രായേൽ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ലോകം അങ്ങനെയാണ്. ഇസ്രായേൽ എന്നുള്ള വാക്ക് പറയാത്ത സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയം ഖത്തറിന് നേരെ ഏതോ ഒരാൾ വെറുതെ നടത്തിയ ഒരു ആക്രമണമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറിക്കുന്ന ന്യൂസ് പേപ്പറുകളെയും ചിന്തകളും അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാട്സപ്പിലെ സ്റ്റാറ്റസുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ്, ഇതൊന്നും നമ്മുടെ വിശ്വാസമായോ നമ്മുടെ നിലപാടുകളുമായോ നമ്മുടെ ആദർശമായോ ഇതൊന്നും ബന്ധമില്ലാത്ത ഒന്നാണെന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ ഓരോ നേരത്തെ ശ്വാസമെടുക്കലുകളിലും നമുക്ക് ഗസക്കാർക്ക് വേണ്ടി, പടച്ചവനെ, ഞങ്ങളുടെ കാലത്തെ ശുഹദാക്കൾ, ഞങ്ങളുടെ കാലത്തെ സമർപ്പിതരായ പോരാളികൾ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഒഴിച്ചു വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് നമ്മുടെ കാര്യം പോലും ചോദിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കാര്യം വേറെ ചോദിക്കണം. പക്ഷെ അതിനോടൊപ്പം റബ്ബുൽ കഅബയുടെ റബ്ബ്, ഖുദ്സിൻ്റെ റബ്ബിനോട് ചോദിക്കണം. ബൈത്തുൽ മഖ്ദിസിൻ്റെ അൽ മസ്ജിദുൽ അഖ്സയുടെ റബ്ബിനോടുകൂടി നമുക്ക് ചോദിക്കാനുള്ളൊരു ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ചരിത്രത്തിലെ ഈ വസ്തുതകൾ. ഇപ്പോൾ യൂസുഫ് നവാസിൻ്റെ സംഭവമാണ് ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത്. ഈ അബ്രഹത്ത് ആരെ തോൽപ്പിച്ചിട്ടാണ് വരുന്നതെന്നറിയോ? ക്രിസ്തുവർഷം പൊതുവർഷം 522 മുതൽ 530 വരെ ഈ ഹിമ്യർ എന്ന് പറയുന്ന, ഈ യമൻ എന്ന് പറയുന്ന ഈ പ്രദേശം ഭരിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധ ഖുർആൻ പറയുന്ന വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. തീയിലിട്ട ആളുകളെ വിറകിന് കണക്കെ മനുഷ്യരെ ചുട്ടരിച്ചു കൊണ്ടിരുന്ന യൂസുഫ് ദുന്നവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ യൂസുഫ് ദുന്നവാസിനെ പരാജയപ്പെടുത്തിയ സൈന്യത്തിലെ മേധാവിയെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ് അബ്രഹത്ത്. ചരിത്രത്തിൽ വലിയ ദൂരമൊന്നുമില്ല കേട്ടത്. ഇതേതോ കാലത്തെ കഥയൊന്നുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ 100 വർഷം താഴെയുള്ള ഒരു കഥയാണ്, അതല്ലെങ്കിൽ ചരിത്ര സംഭവമാണ്. ഈ അബ്രഹത്ത്, ഈ യൂസുഫ് ദുന്നവാസ് ആത്മഹത്യയാണ് ചെയ്യുന്നത്.
ചെങ്കടലിലേക്ക് കുതിരയെ ഓടിച്ചുകൊണ്ട് ആത്മഹത്യയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ കമാൻഡർ ആരാണ്, ഏത് സൈന്യമാണ്, ഹിമ്യർ വിഭാഗത്തെ തോൽപ്പിച്ച, അതല്ലെങ്കിൽ യൂസുഫ് ദുന്നബാസിനെ തോൽപ്പിച്ച സൈനികനെ ദ്വന്ദ്വയുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അബ്രഹത്ത് അധികാരത്തിലിരുന്നത്. അബ്രഹത്തിന് മോഹമുണ്ടായിരുന്നു ഇസ്രായേലിനെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു ടെമ്പിള്. അങ്ങനെയാണ് യമനിൽ വേറൊരു വലിയൊരു ചർച്ച് അൽ ഖലീസ് ഉണ്ടാക്കുന്നത്. മക്കക്കാർ അവിടേക്ക് പോകുന്നത് പോലെ ലോകത്തുള്ള ആളുകളൊക്കെ അവിടേക്ക് തീർത്ഥാടനം ചെയ്യുന്നതിന് പകരം ഇവിടേക്ക് തീർത്ഥാടനം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസപരമായൊരു ദാർഢ്യം കൂടി പ്രിയപ്പെട്ടവരെ ഈ ഗസയുടെ ഓർമ്മകളെ കൂടി, ഗസയുടെ വർത്തമാനങ്ങളെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിലെ വ്യത്യസ്തരായ രാഷ്ട്രങ്ങൾക്ക് അവർ തങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി അവർക്ക് സ്ഥൈര്യവും ദൃഢനിശ്ചയവും ആവശ്യമുള്ളൊരു ലോക സാഹചര്യമാണ്. പടച്ചവൻ അവർക്കൊക്കെ ആ നിലക്കുള്ള ത്വാഖത്ത് നൽകി, ഇസ്തിഖാമത്ത് നൽകി അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അവരുടെ മാത്രം ആവശ്യമില്ല, ലോകത്തിൻ്റെ മൊത്തം ആവശ്യമാണ്. ലോകത്തിനുള്ളൊരു പൊതു ശത്രു, ലോകത്തൊരു മനുഷ്യൻ ആരാണ് എന്നുള്ളതിന് ഇന്ന് കുറേ ചോദ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അയാൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നുണ്ടോ, അയാൾ ഇസ്രായേലിനെതിരെ നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും അതിനുത്തരവും മാത്രം മതി ഒരാൾ മനുഷ്യനാണ് എന്നുള്ളതിന്. അതുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ശത്രുക്കൾക്കെതിരെയുള്ള പ്രാർത്ഥനയും ആലോചനയും കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു മാനസികാവസ്ഥ നൽകി, അത്തരത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ഹൃദയവിശാലത നൽകി, ലോകരെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അത്തരത്തിലുള്ള ബസീറത്ത് നൽകി, ഏറ്റവും നല്ല സമീപസ്ഥമായ ഭാവി നൽകി അള്ളാഹു ഈ ലോകത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമികൾക്ക് മതിയായ ഒരു ശിക്ഷ നൽകുന്നവനായി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും ഉണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗസക്കും ഫലസ്തീനും ആസന്നമായ വിജയവും അവർ നൽകിയ ബലിക്ക്, ഷഹാദത്തിന് അർഹമായ പ്രതിഫലവും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ, മാതാക്കൾ, അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ മരണപ്പെട്ട ആളുകൾ നമ്മളോട് പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا بأرض فلسطين، بأرض غزة يا رب العالمين، بنصرك العزيز على القوم الكافرين. اللهم انصرهم بنصرك العزيز. اللهم تقبل شهداءهم. اللهم اشف مرضاهم وجرحاهم يا رب العالمين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم أقل نفوذهم. اللهم زلزل أقدامهم. اللهم فرق جمعهم يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين.